എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 2 ശ്ലോകം 24 മുതൽ 29 വരെ 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ നവയോഗികള് നിമി മഹാരാജാവിന്റെ യജ്ഞ സദസ്സിലേക്ക്, യാഗശാലയിലേക്ക് വരികയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. തയേകദാ നിമേ സത്രം ഉപജഗ്മുർയദൃച്ഛയാ വിദായമാന ഋഷിഭി അജനാഭേ മഹാത്മന. അവര് ഒരിക്കൽ യാദൃച്ഛികമായിട്ട് നിമി ചക്രവർത്തിയുടെ യാഗശാലയിലേക്ക് അങ്ങോട്ട് ചെന്നു. അജനാഭ വർഷത്തില്, അതായത് ഭാരതത്തിലെ മഹർഷിമാരെ കൊണ്ട് യാഗം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമി ചക്രവർത്തി മഹാത്മാവാണ്. മഹാത്മ്യമുള്ള ബ്രഹ്മജ്ഞാനികള് അതുപോലെയുള്ള പരമശുദ്ധന്മാരുടെ അടുത്തൊക്കെ അല്ലാതെ അവര് പോവില്ല. അവർക്ക് അറിയാം ആരൊക്കെയാണ് മഹാന്മാര്, മഹാത്മ്യമുള്ളവര്. അതുകൊണ്ട് അന്ധക്കരണ ശുദ്ധിയോടുകൂടി ഈശ്വരനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നിമി മഹാരാജാവിന്റെ സത്രശാലയിലേക്ക് ഈ 9 പേരും ചെന്നു. യോഗ്യത വരുമ്പോ മഹാന്മാരുടെ ദർശനം സിദ്ധിക്കും. മഹാന്മാരൊക്കെ എപ്പോഴും ഉണ്ട്, കാണാൻ നമുക്ക് സമയം വരുമ്പോ അവരെ കാണും. നിഷ്കാമ കർമാനുഷ്ഠാനത്തിൽ നിന്ന് അന്ധകരണ ശുദ്ധി സിദ്ധിക്കുമ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ച മഹാത്മാക്കളെ കാണാനും സംഭാഷണാദി ഭാഗ്യം അനുഭവിക്കാനും സാധിക്കും എന്നതാ നമുക്ക് ബോധ്യപ്പെടുത്തി തരാണ് ഈ സന്ദർഭത്തില്. താൻ ദൃഷ്ട്വാ സൂര്യസങ്കാശാൻ മഹാഭാഗവതാൻ നൃപ യജമാനോഗ്നയോ വിപ്ര സർവയേവോപദസ്ഥിരേ. ശിശോബ്രഹ്മർഷി പറയണമല്ലയോ രാജാവേ, ഭക്തന്മാരുടെ മാഹാത്മ്യം അതിരറ്റതല്ലേ. ആ മഹർഷിമാരെ കണ്ടപ്പോ എല്ലാവരും എഴുന്നേറ്റ് ഉപചാരങ്ങൾ ചെയ്തു, എതിരേറ്റു. എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് എണീറ്റ് ഇവര് വരണ കണ്ടപ്പോ ഇവരെ കണ്ട ഉടനെ യോഗ്യന്മാരാണെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ശങ്കിക്കണ്ട, പറയാണ്. സാക്ഷാൽ സൂര്യഭഗവാൻ തന്നെ വരികയാണോ എന്ന് തോന്നത്തക്ക വിധം അവരുടെ ദേഹത്തിൽ നിന്ന് 4 ഭാഗത്തേക്കും ഇങ്ങനെ കാന്തി വീശുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു തേജസ് ഉണ്ടായത്? ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഇവരെ ഏറ്റവും മുഖ്യന്മാരായതുകൊണ്ട് തന്നെ. രാഗദ്വേഷാദി മലിന വൃത്തികളൊന്നുമില്ല അവർക്ക്. ശുദ്ധമായ അന്ധകരണം ഉണ്ടാവുമ്പോൾ ആ വിഷയ വൈരാഗ്യവും അത് നിമിത്തം ജ്ഞാനവും ഉണ്ടാവും. ആത്മജ്ഞാനം കൊണ്ട് തന്നെയാണ് പ്രഭ ഉണ്ടാവുന്നത്. യാതൊരു പരമാത്മാവിന്റെ ലേശം ശോഭ പ്രാപിച്ചിട്ടു തന്നെയാണോ സൂര്യനും ചന്ദ്രനും വിളങ്ങുന്നത്? ആ പരമാത്മാവ് എല്ലാവരിലും ഇല്ലേ എന്നാണെങ്കിൽ ആത്മപ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത് രാഗാദി വൃത്തികളാണ്. ആത്മപ്രകാശം എപ്പോഴും ഉണ്ട്. എന്നാൽ ഏതൊരു ഉപാധിയിൽ കൂടി ആ പ്രകാശം പ്രസരിക്കണമോ ആ ഉപാധിക്ക് മാലിന്യം ഉണ്ടായാൽ പ്രതിഫലനം നന്നായി ശോഭിക്കില്ല, അല്ലെ? കണ്ണാടിയിൽ ചളി ഉണ്ടെങ്കിൽ മുഖപ്രതിബിംബം ശുദ്ധമായി കാണപ്പെടില്ലല്ലോ. അത് അനുഭവമല്ലേ? അതുപോലെ അന്ധക്കരണത്തെ മലിനപ്പെടുത്തുന്ന വൃത്തികള് ആർക്കില്ലാതായി വരുന്നുവോ അവര് തന്നെയാണ് മഹാത്മാക്കൾ. അവരിൽ സൂര്യനെയും ചന്ദ്രനെയും അതിശയിക്കുന്ന തേജസ് ജ്വലിക്കുന്നത് പ്രത്യക്ഷത്തിൽ കാണാം. അതിനാൽ സാക്ഷാൽ ഈശ്വരൻ തന്നെ 9 രൂപ എടുത്ത് തങ്ങളെ അനുഗ്രഹിക്കാൻ വരികയാണോ എന്ന് കണ്ട മാത്രയിൽ കണ്ടപ്പോ തന്നെ തോന്നിയ ആ യജമാനനായ നിമി ആഹവനീയാദികളായ അഗ്നികളും കൂടി എഴുന്നേറ്റു എന്നാ പറയണത്. വിഘ്നം കൂടാതെ കർമ്മം നടത്തുന്ന ബ്രാഹ്മണര് ഇവരെല്ലാവരും യോഗികളെയാണ് കണ്ടപ്പോ എഴുന്നേറ്റങ്ങോട്ട് നിന്നു. അഗ്നികൾക്ക് ദിവ്യ വിഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവരും എഴുന്നേറ്റ് എതിരേറ്റു എന്ന് പറഞ്ഞത്. വിദേഹസ്ഥാനഭിപ്രേത്യ നാരായണ പരായണാൻ പ്രീത സംപൂജയാൻ ചക്രേ ആസനസ്ഥാൻ യഥാർഹത. ആ മഹാത്മാക്കള് ശ്രീനാരായണനെ തന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് കണ്ട മാത്രയിൽ നിശ്ചയിച്ച നിമി ചക്രവർത്തി പരമസന്തുഷ്ടനായിട്ട് വളരെ ശ്രേഷ്ഠങ്ങളായ സിംഹാസനങ്ങളിൽ ഇരുത്തിയ ശേഷം ആദരപൂർവം ഉചിതമായി പൂജിച്ചു. ഇങ്ങനെയുള്ള യോഗ്യന്മാരായിട്ടുള്ള അതിഥികളെ സിദ്ധിക്കണമെങ്കിൽ വളരെ ഭാഗ്യം ഉണ്ടാവണം. താൻ രോജമാനാൻ സ്വരുച ബ്രഹ്മപുത്ര
പുത്രോപമാന്നവ പപ്രച്ഛ പരമപ്രീത പ്രശ്രയാവനതോ നൃപ. ആ 9 പേരോടും ആയിട്ട് നിമി രാജാവ് ചോദിച്ചു. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അതായത് തത്വത്തെ അറിഞ്ഞിരിക്കുന്ന ജ്ഞാനികളെ നമസ്കാരാദികൾ ചെയ്ത് വിനയപൂർവം അവരോട് ചോദിച്ചാൽ ആ മഹാത്മാക്കൾ നിനക്ക് ആത്മജ്ഞാനം ഉപദേശിക്കുമെന്ന് ഗീതയില് പറഞ്ഞതിന്റെ സാരമാണിത്. സംസാര സമുദ്രത്തിൽ വീണ് തപിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ദൈവാനുകൂല്യത്താൽ എതിർച്ഛയാ സമീപത്ത് വന്നിരിക്കുന്ന ഈ മഹാത്മാക്കൾ എന്റെ ദുഃഖത്തെ തീരെ നശിപ്പിക്കത്തക്ക ഉപദേശം തരുവാൻ യോഗ്യന്മാരാണ് എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് തോന്നിയെന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അന്ധകരണം അത്യന്തം പ്രസന്നമായി. പണ്ട് അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു സന്തോഷം ഉള്ളിലങ്ങനെ അനുഭവമായിട്ട് വരികയാണ്. അതുകൊണ്ട് ഇവര് സാധാരണക്കാരല്ലാന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ട് തന്നെ അതിവിനയത്തോടു കൂടി അവരെ നമസ്കരിച്ചു. സംസാര ദുഃഖത്തെ തീർക്കത്തക്ക ഉപദേശം ചെയ്യാൻ ഇവര് അർഹന്മാരാണെന്ന് കണ്ടപ്പോ തന്നെ എങ്ങനെയാ തോന്നിയത് വെച്ചാൽ അവരുടെ ദേഹത്തിൽ നിന്ന് 4 ഭാഗത്തേക്കും വ്യാപിക്കുന്ന ആ കാന്തി കൊണ്ട് തന്നെ ഇവര് ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകാദി മഹർഷികളാണോ എന്നൊക്കെയാണ് രാജാവിന് തോന്നിയത്. അത്ര യോഗ്യതയുണ്ട്, സാധാരണക്കാരല്ല എന്നുള്ളത് ഉറപ്പായി. കടകകുണ്ടലാദികൾ അണിഞ്ഞാൽ ഉണ്ടാകുന്ന ശോഭ അതൊരു ശോഭയല്ല. സൂര്യനിൽ നിന്ന് വീശുന്ന തേജസ് പോലെ ഇവരിൽ നിന്ന് വ്യാപിക്കുന്ന ആ തേജോവിശേഷം തന്നെ ഇവരുടെ മഹാത്മ്യത്തെ അറിയിക്കുന്നു. എന്ന് തന്നെയല്ല, അവരെ കണ്ടറിയാനുള്ള യോഗ്യത കാണുന്നവർക്കും വേണം. അത് മനസ്സിലാക്കാൻ പറ്റണവരാവണ്ടേ അല്ലേ? നിത്യ നൈമിത്തികാദി കർമ്മങ്ങളെ യാതൊരു കാംക്ഷയും കൂടാതെ ഭക്തിപൂർവം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധനായ നിമിരാജാവിന്റെ ഭാഗ്യവിശേഷത്താൽ അദ്ദേഹത്തെ അനുഗ്രഹിക്കാനായി വരുന്ന ദിവ്യന്മാരായ ഇവരെ കണ്ട മാത്രയിൽ തന്നെ അവരുടെ യഥാർത്ഥ യോഗ്യത മനസ്സിലാക്കാൻ തക്ക ഭാഗ്യമുള്ളവനായിരുന്നു നിമി മഹാരാജാവ്. അതുകൊണ്ട് അവരെ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ സംഭാഷണം ചെയ്യാണ് മഹാരാജാവ്. വിദേഹ ഉവാച മന്യേ ഭഗവതഃ സാക്ഷാൽ പാർഷദാൻവോ മധുദ്ദിശ വിഷ്ണോർഭൂതാനി ലോകാനാം പാവനായ ചരന്തി. അദ്ദേഹം പറഞ്ഞു, അവരെ കണ്ടതുകൊണ്ട് തനിക്കുണ്ടായിട്ടുള്ള സന്തോഷത്തെ വെളിപ്പെടുത്തുന്ന വാക്കുകളെ കൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു നിമി ചക്രവർത്തി, നിങ്ങൾ സാക്ഷാൽ വിഷ്ണുവിന്റെ പാർഷദന്മാര് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. സേവകന്മാരിൽ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് സാധാരണയാണല്ലോ. നിങ്ങൾ ശ്രീ വിഷ്ണുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായിരിക്കുന്നവർ തന്നെ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജ്ഞാനസമ്പത്തി കാണുമ്പോൾ അങ്ങനെ ഊഹിക്കാൻ ഇടവന്നിരിക്കുന്നു. യാതൊരു ഭഗവാൻ ഹയഗ്രീവനായിട്ട് അവതരിച്ചിട്ട് മധുകൈടഭന്മാരെ നിഗ്രഹിച്ച് ബ്രഹ്മാവിനായിക്കൊണ്ട് വേദങ്ങൾ വീണ്ടെടുത്ത് കൊടുത്തുപോകും. വേദോദ്ധാരകനായ ആ ഭഗവാന്റെ അനുഗ്രഹമില്ലാത്തവർക്ക് ഈ മാതിരി ജ്ഞാനസമ്പത്ത് ഉണ്ടാവില്ല. അപ്പൊ വിഷ്ണു പാർഷദന്മാര് വൈകുണ്ഠത്തിലല്ലേ, ഭൂലോകത്തിൽ സഞ്ചരിക്കുന്നവരെ വിഷ്ണു പാർഷദന്മാരെന്ന് പറയണത് അങ്ങനെ ഊഹിക്കണത് തെറ്റല്ലേ എന്നൊന്നും ശങ്കിക്കേണ്ട പറയാം. ലോകങ്ങളെ പരിശുദ്ധമാക്കുവാൻ വിഷ്ണു ഭക്തന്മാർ ലോകങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. ഭഗവാൻ ശ്രീനാരദൻ മുതലായവര് അപ്രകാരം സഞ്ചരിക്കുന്നവരാണല്ലോ. അതുപോലെ ലോകാനുഗ്രഹത്തിനായി സഞ്ചരിക്കുന്ന വിഷ്ണു സേവകന്മാരാണ് നിങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. സജ്ജന ദർശനം എത്രയും ദുർലഭം. ഭാഗ്യവശാൽ എനിക്കത് സിദ്ധിച്ചു. ജീവികളിൽ വെച്ച് മനുഷ്യനായി ജന്മം ലഭിക്കുന്നത് വളരെ ദുർലഭം. എന്തുകൊണ്ടെന്നാൽ ആ ദേഹം സിദ്ധിച്ചവർക്ക് മാത്രമേ മോക്ഷം സാധിക്കാൻ വേണ്ടുന്ന ശ്രമം ചെയ്യാൻ അധികാരമുള്ളൂ. സകല ദുഃഖങ്ങളും തീർക്കുന്ന പരമപുരുഷാർത്ഥം സമ്പാദിക്കാൻ ഹേതുഭൂതമായ മാനുഷദേഹം സിദ്ധിച്ചാൽ തന്നെ വളരെ കാലം നിലനിൽക്കുന്നതുമല്ല, ക്ഷണത്തിൽ നശിച്ചു പോകുന്നത് ദേഹത്തിന്റെ സാധാരണ ധർമ്മമാണല്ലോ. അതിലും വെച്ച് ശ്രീ വിഷ്ണു ഭഗവാനെ എല്ലാറ്റിനും മീതെയായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരെ കണ്ടുകിട്ടുക തന്നെ ബഹു ദുർലഭം. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.